21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 4.5 കോടി രൂപയുടെ വൻകിട ജലസേചന പദ്ധതി ഉൾപ്പെടുത്തി കുലുക്കലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വാർഷിക ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിസിദ സൂരജ് ബജറ്റ് അവതരിപ്പിച്ചു. 41,59,934 രൂപ വരവും 38,93,05,696 രൂപ ചെലവും 2,58,94,238 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് കുലുക്കലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിസിദ സൂരജ് അവതരിപ്പിച്ചത്. കേരള സർക്കാർ ബജറ്റ് പ്രകാരം വികസന ഫണ്ട് ഇനത്തിൽ ജനറൽ വിഭാഗം 3,10,42,000 രൂപ, പ്രത്യേക ഘടക പദ്ധതി 1,03,61,000 രൂപ, മെയിന്റനൻസ് ഗ്രാന്റ് നോൺ റോഡ് ഇനത്തിൽ 59,49,000 രൂപയും, റോഡ് മെയിന്റനൻസിനായി 1,61,86,000 രൂപയും, ജനറൽ പർപ്പസ് ഫണ്ട് ഇനത്തിൽ 2,29,89,000 രൂപയും ലഭിക്കുന്നു. സേവന മേഖലയിൽ ലൈഫ് ഭവന പദ്ധതികൾ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് 7,36,00,000 രൂപയും ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വകയിരുത്തുന്നു. ഭവന പുനരുദ്ധാരണം ഗുണഭോക്താക്കൾക്കായി 42 ലക്ഷം രൂപയും വകയിരുത്തുന്നു. 100% സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്കായി പ്രഖ്യാപിച്ചെങ്കിലും കൃത്യമായി കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ കഴിയാത്തതിനാലും കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനം ശാസ്ത്രീയമല്ലാത്തതിനാലും പഞ്ചായത്ത് ചെറുകിട കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കുന്നതിനായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പുറമത്ര, മപ്പാട്ടുകര, കുലുക്കലൂർ, മുളയങ്കാവ്, വണ്ടുന്തറ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി 4.5 കോടി രൂപ ചിലവിൽ വൻകിട ജലസേചന പദ്ധതിക്ക് തുടക്കമിടാൻ ഉദ്ദേശിക്കുന്നതായി ബജറ്റ് സമ്മേളനം അറിയിച്ചു. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് 7,36,00,000 രൂപയും ഭവന പുനരുദ്ധാരണ ഗുണഭോക്താക്കൾക്കായി 42 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കുന്നതിനായി 50 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി 54 ലക്ഷം രൂപയും, പശ്ചാത്തല മേഖലയിലെ റോഡുകളുടെയും ഗതാഗത യോഗ്യമല്ലാതെ തകർന്നു കിടക്കുന്ന മുഴുവൻ റോഡുകളുടെയും ടാറിങ്ങിനും അനുബന്ധ പ്രവർത്തികൾക്കുമായി 2 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ ചിരകാല സ്വപ്നമായ പൊതു കളിസ്ഥലം, ജിംനേഷ്യം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ മാരായമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സംയുക്ത പദ്ധതികളായി സിന്തറ്റിക് ഷട്ടിൽ കോർട്ട്, വോളിബോൾ കോർട്ട് എന്നിവ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതായും ബജറ്റ് സമ്മേളനം അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.